നമസ്കാരം. നമുക്കൊപ്പം ചേരുന്നത് KJ ഷൈൻ ടീച്ചറാണ്. ടീച്ചറെ, ഇപ്പോൾ ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ് കോടതി. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ടീച്ചർ എങ്ങനെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത്? വളരെ നിരാശാജനകമായൊരു വിധിയാണ് ആയിട്ടാണ് ഒരു ഈ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സമൂഹ മനസ്സ് കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായൊരു വിധിയാണ്. കാരണം ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ പിന്നിൽ റേപ്പിന് കൊട്ടേഷൻ കൊടുത്ത് അതിഗൂഢമായൊരു ക്രൂരമായൊരു ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ 8-9 വർഷക്കാലമായി കേരളം അറിയുകയും പല രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളും അവരുടെ ചെയ്തികളും അവരുടെ ഗൂഢാലോചനയും ഒക്കെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഇടയ്ക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സത്യം ജയിക്കണമെന്ന് ആഗ്രഹിച്ച പല വ്യക്തികളും വെളിപ്പെടുത്തിയതിന്റെ ഭാഗമായി കേരള സമൂഹം ഇതിലെന്താണ് നടന്നിട്ടുള്ളത് എന്നത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി വരും ഡിസംബർ 8-ന് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു 95% മനുഷ്യരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അങ്ങനെ ആവണം എന്ന് കേരള മനസ്സ്, നമ്മുടെ സമൂഹ മനസ്സ് പ്രതീക്ഷിക്കുമ്പോഴും ഇതിന് വിരുദ്ധമായിട്ട് ഉള്ള ഒരു വിധി ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായേക്കും എന്നും ഭയപ്പെട്ടിരുന്നു. ഈ പ്രതികളായിട്ടുള്ളവർക്ക് സ്വാധീന ശക്തിയുണ്ട്, സാമ്പത്തികമായ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ പൊസിഷൻ സമൂഹത്തിൽ ഒരു വലിയൊരു പൊസിഷൻ ഉള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ എല്ലാവിധത്തിലുള്ള സ്വാധീന ശക്തിയും ഉപയോഗിച്ച് ചിലപ്പോൾ ഇത് വിപരീതമായി വരാം എന്നുള്ള ഒരു സംശയവും സമൂഹത്തിനുണ്ടായിരുന്നു. പക്ഷേ നമുക്കിപ്പോ ഈ എറണാകുളം സെഷൻസ് വിചാരണ കോടതിയുടെ വിധി പ്രതീക്ഷ നിർഭരമല്ല എങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിലെ നീതിന്യായ കോടതികളുണ്ടല്ലോ, അതിന്റെ പരമോന്നത കോടതിയിൽ നിന്ന് അതിജീവിതയ്ക്കും അതുപോലെ തന്നെ കേരള സമൂഹത്തിനും നീതി ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 6 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ക്രൂരമായി റേപ്പ് ചെയ്ത ആ റേപ്പിസ്റ്റിനെ സഹായിച്ച 6 പ്രതികളെ, പൾസർ സുനി അടക്കമുള്ള 6 പ്രതികളെ ശിക്ഷിച്ചു. പക്ഷെ ഇവർക്ക് ഈ 6 പ്രതികൾക്ക് 1, 2, 3, 4 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഈ കൃത്യം നിർവഹിക്കുന്നതിന് എല്ലാവിധ പ്ലാനിങ്ങും പ്രിപ്പറേഷനും നടത്തിക്കൊടുത്ത ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ കൃത്യം നിർവഹിച്ച ആളുകൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് സന്തോഷകരം തന്നെയാണ്, നമുക്ക് ആശ്വാസകരം തന്നെയാണ്. പക്ഷെ അവരെ ഇതിന് പ്രേരിപ്പിച്ച അവർക്ക് പണം കൊടുത്ത്, അവർ പണം വാങ്ങിയാണ് ഇത് ചെയ്തതെന്ന് ഈ 1-ാം പ്രതി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ പണം കൊടുത്ത് 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് തനിക്ക് അല്ലെങ്കിൽ തന്നോട് എന്തൊക്കെയോ ചെയ്ത് എന്ന് വിചാരിക്കുന്ന ആ ആൾ വളരെ ഗൂഢാലോചന നടത്തി ഈ സ്ത്രീയെ തനിക്കെതിരെ എന്തോ ചെയ്തു എന്ന്, തന്റെ കുടുംബത്തിനെതിരെ എന്തോ ചെയ്തു എന്ന് വിചാരിക്കുന്ന ഈ ആൾ പണം കൊടുത്ത് 1.5 കോടി കൊടുത്ത് ഒരു കൊട്ടേഷൻ, നമ്മൾ സാധാരണ പലതരത്തിലുള്ള കൊട്ടേഷൻ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ബിസിനസ് രംഗത്ത് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല കൊട്ടേഷനുകളും അധികാരവും പണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊട്ടേഷൻ സംഘങ്ങളെ, മാഫിയ സംഘങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു അത്യന്തം ഹീനമായ ഒരു പ്രവൃത്തി നമ്മൾ കേരള സമൂഹം ആദ്യമായി ഈ 2017 അറിയുന്നത്. അതിനെ തുടർന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നടത്തിയ ആളാണ് ശരിക്കും പറഞ്ഞാൽ ഈ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ളവരുടെ ഗ്രാവിറ്റി ഒട്ടും കുറയുന്നില്ല. പക്ഷെ അതുപോലെ തന്നെ ഗ്രാവിറ്റി ഉള്ളതാണ് അവരെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ച, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, പണം കൊടുത്ത് എല്ലാം കൊടുത്ത് അതിനെ പ്രേരിപ്പിച്ച, ഇപ്പോ ജസ്റ്റ് രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ. ഇപ്പോ 7, 8, 9, 10 പ്രതികൾ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ ഈ 6 പ്രതികൾക്ക് തുല്യമായ അതേ ഗ്രാവിറ്റി ഉള്ള, എനിക്ക് തോന്നുന്നു അതേ ഗ്രാവിറ്റി ഉള്ള കൃത്യം ചെയ്തവരാണ്. പക്ഷെ ഇവർ തൽക്കാലത്തേക്ക് ഇപ്പോ എറണാകുളം സെഷൻസ് കോടതിയുടെ വിചാരണയിൽ ജഡ്ജിയുടെ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ആശ്വാസം കിട്ടി, ഇപ്പോൾ ലഡു വിതരണവും കേക്ക് മുറിക്കലും ഒക്കെ നടക്കുകയാണ്. പക്ഷെ ഇവർ കാണിക്കുന്ന ഈ സന്തോഷവും ഈ പ്രകടനവും യഥാർത്ഥത്തിൽ നമുക്ക് കേരള മനസാക്ഷിയെ,
കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസാക്ഷിക്ക് നേരെ ഉള്ള ഒരു കൊഞ്ഞനം കുത്തലായിട്ട് വേണം നമുക്കിതിനെ കാണാനായിട്ട്. നീതിന്യായം പുലരുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ സമൂഹത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു മനസാക്ഷിയാണ്. അതിന് വെല്ലുവിളി ഉണ്ടാക്കുക, അതിന് വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് വിധിയുടെ ഒരു ഭാഗം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആറ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ ആറ് പ്രതികളും ചെയ്ത കുറ്റങ്ങൾക്ക് ഉള്ള ഗ്രാവിറ്റി പോലെ തന്നെ, അല്ലെങ്കിൽ അവരെ കൊണ്ട് അതിന് പ്രേരിപ്പിച്ച ഈ ഗൂഢാലോചനയിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ളവർ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ കേരള മനസാക്ഷി ഞെട്ടിയിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ വന്നിട്ടുള്ള വിധി ഒരു ഭാഗം നമുക്ക് സന്തോഷം തരുന്നതാണ്. 6 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത് ഈ ശിക്ഷിച്ച കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഒത്താശകളും പ്ലാനും പ്രിപ്പറേഷനും ഒക്കെ ചെയ്തു കൊടുത്തവർ താൽക്കാലികമായി രക്ഷപ്പെട്ടു. അതിൽ നിരാശയുണ്ട്. പക്ഷേ ഒപ്പം തന്നെ കേരള സമൂഹം ഈ അതിജീവിതയ്ക്കൊപ്പമുണ്ട്, ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവര് സധൈര്യം മുന്നോട്ട് പോവുക, കേരള സമൂഹവും കേരളത്തിലെ ഗവൺമെന്റും അവർക്കൊപ്പമുണ്ട്. ആത്യന്തികമായി സത്യം വിജയിക്കും. നമ്മളിപ്പോ പറയാറുള്ളത് പോലെ ഇപ്പോ സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു കുറ്റവാളിയാണ് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആള് രക്ഷപ്പെട്ടിട്ടുള്ളത്, മാങ്കൂട്ടം. അപ്പോ അത്തരത്തിൽ സത്യം വിജയിക്കും. ആ സത്യം വിജയിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മളെ ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഒന്നാമത്തെ പെൺകുട്ടി മുന്നോട്ട് വന്നു. അത് വന്നതിന് ശേഷം അടുത്ത ഇരയായി തീർന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ മാനസികമായ ഒരു ബലം, ധൈര്യം കിട്ടുകയാണ്. സമൂഹവും അവരുടെ കൂടെ ഉണ്ട്. ഒരു പക്ഷെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിനു വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന ഒരു കൂട്ടം, ഈ ക്രിമിനൽ സംഘത്തിന്റെ അവർക്ക് പിൻബലം കൊടുക്കുന്ന ഒരു കൂട്ടമുണ്ട്. ഒപ്പം ടെക്നോളജി, AI സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ അതിജീവിതമാരും കേരള സമൂഹവും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഒരാള് പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു, ഉടനെ തന്നെ അടുത്ത ആൾ വരുന്നു, ഇനിയും ധാരാളം പെൺകുട്ടികൾ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പരാതിക്കാരി ആദ്യം വന്നത്, അതിനെ തുടർന്ന് രണ്ടാമത് വന്നത് കൊണ്ടാണ് മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാനും അറസ്റ്റ് ചെയ്യാം എന്ന്, ഒരെണ്ണത്തിലാണല്ലോ താൽക്കാലികമായി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചെയ്യാമെന്നും പറഞ്ഞത് ഒരു യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെയുള്ള ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് വിജയിക്കും. ആ വിജയം ഈ അതിജീവിതകൾ നടത്തിയിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു വിജയമാണ്. ഇപ്പൊ സ്ത്രീകൾ മുന്നിൽ നിന്ന് നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ വിജയമാണ്. അവർക്ക് അങ്ങനെ മുന്നിൽ നിന്ന് ഒരു സമരം, ഒരു പോരാട്ടം നടത്താൻ കേരളത്തിലെ പൊതുസമൂഹം അവരുടെ പിന്നാലെ പൂർണ്ണ മാനസിക പിന്തുണ, ധാർമ്മികമായ പിന്തുണ, ഒരു പിൻബലം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇപ്പൊ ഈ അടുത്തടുത്ത് വന്ന ഈ സംഭവങ്ങൾ കൂട്ടി വായിച്ചാൽ തീർച്ചയായും ഈ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കാൻ ഈ സ്ത്രീകൾക്ക് മനോബലം വന്നതുപോലെ തന്നെ, കിട്ടിയതുപോലെ തന്നെ ഈ വിഷയത്തിലും പകുതി നമുക്ക് വിജയം വരിക്കാൻ ഈ ജഡ്ജ്മെന്റിൽ കഴിഞ്ഞപ്പോൾ തന്നെ പകുതി നമുക്ക് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ന്യായം ആഗ്രഹിച്ച, നീതി ആഗ്രഹിച്ച സമൂഹത്തിന് അത് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമമുള്ളപ്പോൾ തന്നെ അതിനു വേണ്ടി പോരാടാൻ ഈ അതിജീവിതയെ ഈ കേരള സമൂഹവും കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനങ്ങളും സഹായിക്കും. ഞങ്ങൾ എല്ലാവരും അതിജീവിതയ്ക്കൊപ്പമുണ്ട്. അവർ സധൈര്യം മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്കൊരു ആശ്വാസം, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒക്കെ ഈ കേസിൽ എന്ന് മാത്രമല്ല സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ കേസുകളിലും കൃത്യമായ നിലപാടെടുക്കുന്നു. സ്ത്രീകൾക്ക് ഓടിക്കയറി ചെല്ലാവുന്ന ഒരു ഇടമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുന്നു, അവിടുത്തെ പോലീസ് സംവിധാനം മാറുന്നു. ഞങ്ങൾക്ക് നീതി കിട്ടും, ഞങ്ങൾക്കൊരു രക്ഷാ സംവിധാനം ജനാധിപത്യ കേരളത്തിനകത്ത്, അതിന്റെ രാഷ്ട്രീയ സംവിധാനത്തിനകത്ത്, ഗവൺമെന്റിനകത്ത് ഉണ്ട് എന്നൊരു ബോധ്യമുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കേസ് ഉണ്ടായ ആരംഭം മുതൽ ഈ അതിജീവിതയ്ക്കൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റും അതിന്റെ സംവിധാനങ്ങളും പ്രോസിക്യൂഷനും അതുപോലെ തന്നെ DGPയും പോലീസ് സംവിധാനങ്ങളും ഒക്കെ നിന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോ അതിന്റെ പിന്നാലെ വന്നിട്ടുള്ള വിധിയെ തുടർന്ന് വന്നിട്ടുള്ളത്, വിധി നമുക്ക് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അറിയില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കോൺസ്പിറസി ഇയാള് നടത്തിയിട്ടുള്ള ഈ ഇപ്പൊ രക്ഷപ്പെട്ട 4 പേർ, അതിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഈ നടൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കോൺസ്പിറസി തെളിയിക്കാൻ
കഴിഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും അത് നടന്നിട്ടില്ല എന്നല്ല, അത് നടന്നു എന്ന് പറയുന്ന കാര്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ തെളിവിന് ആധാരമായിട്ടുള്ള രേഖകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് ഇതിന്റെ പാകപ്പിഴ വന്നിട്ടുള്ളത്, അത് പരിശോധിച്ച് ഗവൺമെന്റ് അപ്പീൽ പോകും എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ പ്രസ്താവനയും കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മേൽക്കോടതികളിലേക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന്, സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറയുന്നത് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത്. മറ്റൊന്ന് ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ നിലവിൽ ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് കോടതി വിധി ഞങ്ങൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ്. അതിനെങ്ങനെയാണ് ടീച്ചർ നോക്കിക്കാണുന്നത്? ഒരു വിചിത്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അതെ, അത് കോടതി വിധി അംഗീകരിക്കുന്നു എന്ന് അവർ പറയുമ്പോ പൊതുവെ അത് അംഗീകരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. കാരണം ഈ പ്രധാനപ്പെട്ട 6 പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ മറുവശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല. അതിജീവിതയ്ക്കും കേരള സമൂഹത്തിനും സമൂഹ മനസാക്ഷിക്കും പൂർണ്ണമായ അർത്ഥത്തിൽ നീതി ഈ കോടതി വിധിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് ശരിക്കും പറഞ്ഞാൽ മാറ്റണമെന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അമ്മ എന്നല്ല ഇടേണ്ടത്, അത് വേറെ ഏതെങ്കിലും പേരിടണം. ഇനി അമ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവരുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ ഒക്കെ ഉണ്ട് എന്ന് പൊതുസമൂഹത്തിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഈ അമ്മയുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുസമൂഹത്തിന് ധരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടല്ല തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിനോടനുബന്ധിച്ചിട്ടുള്ള കേരള സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയത്തിലൊന്നും ഈ സംഘടനയിൽ നിന്ന് അതുപോലുള്ള ഒരു നിലപാടല്ല അതിന്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോ അവര് ഇത് ഇങ്ങനെ ഒരു കാഷ്വലായി ഈ ജഡ്ജ്മെന്റിനെ പ്രതികരിച്ചു എന്നുള്ളതിൽ നമുക്ക് അത്രയ്ക്ക് മുഖവിലേക്ക് എടുക്കണം എന്ന് തോന്നുന്നില്ല. പക്ഷെ കേരളത്തിലെ 98% മനുഷ്യരും, അത് ജെൻഡർ വ്യത്യാസമില്ലാതെ ഇതിങ്ങനെ ഒരു ക്രൂര കൃത്യം നടന്നിട്ടുണ്ട്, അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ താല്പര്യം എന്താണ് എന്ന് പോലും കേരള മനസാക്ഷിക്ക് അറിയാം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി, എന്തുകൊണ്ട് ഈ വ്യക്തി അതിൽ ഇൻവോൾവ് ചെയ്തു, മുഖ്യ സൂത്രധാരനായി ഈ മനുഷ്യൻ എന്തുകൊണ്ട് നിന്നു എന്നുള്ളത് ആ തിരക്കഥകളൊക്കെ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. വരികൾക്ക് മുകളിൽ, വരികൾക്കിടയിൽ വായിച്ച് കേരളം മനസാക്ഷി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ കോടതിയുടെ വിധി, കീഴ്ക്കോടതിയുടെ വിധി വന്നു. ഈ വിധി വരുന്നതിന് മുൻപേ കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ കേരള സമൂഹ മനസാക്ഷി വിധിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവ് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ നടൻ ഇപ്പോ താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ നടൻ അതിനുശേഷം അഭിനയിച്ച സിനിമകളൊക്കെ നമ്മൾ കണ്ടാലറിയാം. ഒരു കാലത്ത് സ്ത്രീകളും കുട്ടികളും അമ്മമാരും അതുപോലെ തന്നെ പുരുഷന്മാരുൾപ്പെടെ തള്ളിക്കയറി കോട്ട നിറച്ച് സിനിമാ തിയേറ്ററുകൾ നിറച്ച് സന്തോഷത്തോടു കൂടി ഇദ്ദേഹത്തെ മനസ്സിലേറ്റി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതേ സമൂഹ മനസ്സ് അത് ഇങ്ങനെ പറിച്ച് പുറത്തേക്ക്, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് പുറത്തെറിഞ്ഞ ഒരു സാഹചര്യവും കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മൾ കാണുകയാണ്. അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്യാൻ പലതരത്തിൽ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ കേരള സമൂഹ മനസ്സ് പുറംതിരിഞ്ഞ് ഞങ്ങൾ ഇനി കൂടെയില്ല, നിങ്ങൾ ചെയ്തത് അത്യന്തം ക്രൂരമാണ്, നിങ്ങൾ ഇതിന്റെ പിന്നിൽ വളരെ മ്ലേച്ഛവും ക്രൂരവും ഹൊറർ സിനിമകളെ വെല്ലുന്ന തരത്തിലുള്ള പരിപാടിയുമാണ് ചെയ്തിട്ടുള്ളത്, ഒരു വഞ്ചകന്റെ, ചതിയന്റെ ഒക്കെ മുഖമാണ് സമൂഹ മനസ്സിൽ നിങ്ങൾക്കുള്ളത് എന്ന് കേരള സമൂഹ മനസാക്ഷി വിധിച്ചിട്ടുണ്ട്. ആ വിധി മനുഷ്യരുടെ വിധി, സമൂഹത്തിന്റെ വിധിയാണ് അന്തിമമായ വിധി. കാരണം എല്ലാത്തിനും മേലെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, സമൂഹമാണ്, ജനങ്ങളാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയാണ് കോടതികളും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിനെല്ലാം മുകളിൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ജനങ്ങളുടെ ഇച്ഛയിൽ നിന്നാണ്, ജനങ്ങളുടെ ആഗ്രഹത്തിൽ നിന്ന്, ഇച്ഛയിൽ നിന്നാണ് ഈ കോടതികൾ അടക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ജനങ്ങളുടെ മനസാക്ഷി കൃത്യമായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അങ്ങനെ മനസ്സിൽ ഇതുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കൃത്യമായി ജനങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ നീതിന്യായ സംവിധാനങ്ങളും ഗവൺമെന്റ് സംവിധാനങ്ങളും കൃത്യമായി പബ്ലിക്കായി, ഒഫീഷ്യലായി അത് വിധിക്കണം. ഇന്ന ആള് തെറ്റുകാരനാണ്, അയാൾക്ക് ഇന്ന ശിക്ഷയുണ്ട്.
ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇന്ന സെക്ഷൻ അനുസരിച്ച് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തിട്ടുള്ളത് അത്യന്തം ക്രൂരവും ഹീനവും സമൂഹ മനസാക്ഷിക്ക് ഒട്ടും തന്നെ നിരക്കാത്തതും നീതിന്യായ വ്യവസ്ഥയ്ക്കും ജനാധിപത്യ സമൂഹത്തിനും ഒട്ടും ദഹിക്കാത്തതുമാണ്, അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് ഇന്ന ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്നുള്ള വിധി ഒഫീഷ്യലായി ജനാധിപത്യ രാജ്യത്ത് ജനകീയ കോടതിയിൽ നിന്ന്, നീതിന്യായ കോടതിയിൽ നിന്ന് ഉണ്ടാവണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു വിധി ഉണ്ടാകും. അതിനുവേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് പൊതുസമൂഹത്തിനോടൊപ്പം നിൽക്കുന്ന, നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒപ്പം നിൽക്കുന്ന, നീതിയും ന്യായവും സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. ഗവൺമെന്റ് അപ്പീൽ പോകും. ഇനിയും കോടതികളുണ്ടല്ലോ. നമ്മുടെ അന്തിമമായ കോടതിയിൽ നിന്നൊക്കെ ആശ്വാസകരമായ, അതെ, ന്യായമായ ഒരു വിധി വരും. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ വരും ഒരു കാലം, മിണ്ടാപ്രാണികൾ സംസാരിക്കുന്ന ഒരു കാലം, ദുഃഖിതരായവർക്കിടയിൽ നിന്നും ചിരി പൊട്ടുന്ന ഒരു കാലം വിദൂരമല്ലാത്ത രീതിയിൽ നമുക്ക് വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളത്.